ഇഷ്ട പൊന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ അതുപോലെ ഇഷ്ടമാടി നിന്നെ എനിക്ക്. അതുപോലെ ജീവനായി പോയടി വാവേ. അന്നോട്ടെ പൊന്ന. അതെ, നമുക്ക് വെൽക്കം ചെയ്യാം പാവങ്ങളുടെ ചായൻ കോട്ടയത്തിന്റെ പൊന്നാമന ചായൻ. ഞാൻ താമസിക്കുന്നിടത്തേക്ക് വായോ എന്നൊക്കെ പറഞ്ഞു ഇയാൾ. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം വാട്സപ്പിലെ വീഡിയോ കോളാ. അത് റെക്കോർഡ് ചെയ്യാൻ കുട്ടിക്കാൻ പറ്റൂല. കുട്ടി അങ്ങനെ വിചാരിച്ചില്ല കോൾ അറ്റൻഡ് ചെയ്തു. പിന്നെ എന്താ മോനെ പ്രശ്നം? നമ്മളിപ്പോ ഇത് മാറ്റും. പിന്നെ ഇയാള് വലിയ കാശുകാരനാ. ഇയാള് വക്കീലും കാര്യങ്ങളൊക്കെ ആക്കി ലാസ്റ്റ് ഈ വോയിസിൽ ഉറവിടം തേടും. പേടിച്ചിട്ട് പുറത്ത് വിടണില്ല എന്ന് പറഞ്ഞു, കാരണം ഇയാളും ഫ്രോഡാ. അതുകൊണ്ട് ഞാൻ വിടുന്നില്ല. ഇതാന്ന് അന്നേ നമുക്ക് മനസ്സിലായിരുന്നു. കാരണം ഈ വോയിസ് നോട്ട് ഞങ്ങളുടെ കോളേജ് ഫുള്ള് ഒരുപാട് ആൾക്കാര് കേട്ടതും ഞങ്ങളുടെ കുറെ മിസ്സുമാരെയൊക്കെ കേൾപ്പിച്ചതായിട്ടുള്ള വോയിസ്. കാരണം അതിനകത്ത് പുള്ളി റിപ്പീറ്റഡ് ആയിട്ട് ആ കൊച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. കൊച്ച് വളരെ ഡീസന്റ് ആയിട്ട് ആ ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിന് വേണ്ടി ആ രീതിയിലല്ല സംസാരിച്ചത്. പക്ഷെ പുള്ളി രാത്രിയായി കഴിയുമ്പോൾ മാത്രം ഇങ്ങനെയുള്ള സംസാരം, അത് പുള്ളി എല്ലാരോടും പറയുന്നതൊക്കെ ഒരേ വാക്കും ഒക്കെ തന്നെയൊക്കെയാ. അതെ, ഏതാണ് ആ സംസാരം? കോട്ടയത്തുള്ള ഏതൊരു കോളേജിൽ പഠിക്കുന്ന കൊച്ചിന് സ്പോൺസർഷിപ്പ് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുത്തതിനെ തുടർന്ന് രാത്രിയിലാകുമ്പോ അച്ചായന്റെ കുട്ടിക്കുറുമ്പുകളാണ്. കുട്ടിക്കുറുമ്പുകൾ ചെയ്യാത്ത ആൾക്കാരില്ല. എല്ലാവരും ജീവിതത്തിൽ കുട്ടിക്കുറുമ്പുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സഹായം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുട്ടിക്കുറുമ്പുകൾ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കതൊന്നുകൂടെ കേൾക്കാം. ഒത്തിരി ഇഷ്ട പൊന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ അതുപോലെ ഇഷ്ടമാടി നിന്നെ എനിക്ക്. അതുപോലെ ജീവനായി പോയടി വാവേ. അമ്പഴപ്പൂ ഞാനൊന്നും പറയത്തില്ല. കാരണം അച്ചായൻ കുണ്ണയാണെങ്കിലും അച്ചായൻ ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്നുണ്ട്.